പണ്ടൊരു കാട്ടിൽ മൃഗങ്ങളിൽ ആരാണ് ഏറ്റവും മിടുക്കൻ എന്നതിനെ ചൊല്ലി മൃഗങ്ങൾ പരസ്പരം എപ്പോഴും കലഹിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബുദ്ധിമാനായ ആമ ഒരു ആശയം മുന്നോട്ട് വെച്ചു. ഒരു മത്സരം നടത്തിയാലോ? അതിലൂടെ ഏറ്റവും കഴിവുള്ള മിടുക്കനായ മൃഗത്തെ നമുക്ക് കണ്ടെത്താം. മൃഗങ്ങൾ ആ ആശയത്തോട് യോജിച്ചു. എല്ലാവരും വലിയ തയ്യാറെടുപ്പുകളിൽ മുഴുകി. അവരവരുടെ കഴിവുകൾ അറിഞ്ഞ് എല്ലാവരും തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വളരെ ആവേശത്തിലായിരുന്നു. അതിനിടയിൽ ടിക്കി എന്നു പേരുള്ള ഒരു ചെറിയ കുട്ടിക്കുരങ്ങൻ മറ്റുള്ളവരെ നോക്കി നിശബ്ദനായിരുന്നു. അവൻ ഏറ്റവും വേഗതയുള്ളവനോ ശക്തനോ വലിപ്പത്തിൽ വലിയവനോ ആയിരുന്നില്ല. എന്നാൽ ടിക്കി വളരെ ദയാലുവും എല്ലാവരോടും സ്നേഹമുള്ളവനുമായിരുന്നു. അങ്ങനെ ആ ദിവസം എല്ലാവരും മത്സരത്തിനായി എത്തി. വിധികർത്താവായ ആമ എല്ലാവരെയും ജംഗിൾ ഒളിമ്പിക്സിലേക്ക് സ്വാഗതം ചെയ്തു. അങ്ങനെ മത്സരം തുടങ്ങി. ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് മികച്ച രീതിയിൽ മത്സരങ്ങളിൽ പങ്കെടുത്തു. മത്സരം കൂടുതൽ കടുത്തു. എല്ലാവരും ആവേശത്തിലായി. മരംകയറ്റം മത്സരത്തിൽ ടിക്കി തിളങ്ങി. പക്ഷെ അതിനിടയിലും ചെളിയിൽ പുതഞ്ഞുപോയ മാനിനെ രക്ഷിക്കാൻ ടിക്കി ഓടിയെത്തി. തൻ്റെ ഏറ്റവും നിർണായകമായ മത്സരത്തിനിടയിലും മറ്റുള്ള സുഹൃത്തുക്കളെ രക്ഷിക്കാൻ കാണിച്ച അവൻ്റെ ആ വലിയ മനസ്സ് കണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമായി. ഒടുവിൽ ഫലപ്രഖ്യാപന സമയമെത്തി. ആമ ഫലം പ്രഖ്യാപിച്ചു. ജംഗിൾ ഒളിമ്പിക്സിലെ വിജയി ടിക്കി കുരങ്ങൻകുട്ടി. ഫലപ്രഖ്യാപനം കേട്ട് മറ്റു മൃഗങ്ങൾ സന്തോഷത്തോടെ കൈയടിച്ചു. എന്നാൽ ടിക്കി ആശ്ചര്യപ്പെട്ട്, ഞാൻ ഏറ്റവും വേഗതയുള്ളവനോ ശക്തനോ അല്ല, പിന്നെ എങ്ങനെ? അപ്പോൾ ആമ പറഞ്ഞു, ടിക്കി, നീ വേഗതയുള്ളവനോ ശക്തനോ ആകണമെന്നില്ല. എന്നാൽ നിന്റെ മിടുക്കും ദയയുമാണ് ഒരു യഥാർത്ഥ ചാമ്പ്യന്റെ ഗുണം. അന്നു മുതൽ ആരാണ് മികച്ചത് എന്നതിനെക്കുറിച്ച് മൃഗങ്ങൾ തർക്കിച്ചില്ല. പകരം ടിക്കിയുടെ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. അവർ എല്ലാ വർഷവും ജംഗിൾ ഒളിമ്പിക്സ് ആഘോഷിച്ചു. അത് പക്ഷേ ഏറ്റവും മിടുക്കനെ കണ്ടെത്താനായിരുന്നില്ല, സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും കൂടുതൽ മെച്ചപ്പെടുത്താനും വേണ്ടി.